പണ്ടൊക്കെ നമ്മൾ ഈ ഓണക്കാലമൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു മാസം മുന്നേയൊക്കെ തന്നെ നമ്മുടെ ഈ ചാനലുകളിലൊക്കെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും പരസ്യങ്ങളും ഒക്കെ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ തന്നെ ഇപ്പൊ ചാനലുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് ന്യൂസ് ചാനലുകളിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് വാർത്തകളും അതുപോലെ തന്നെ ഇപ്പം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളിലെ അതിനകത്തുള്ള ആളുകളുടെ നേരത്തെ പറയുന്ന പോലെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓണം അതിനകത്ത് മുങ്ങിപ്പോകുമെന്ന് സംശയമുണ്ട്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ ആരുടെയൊക്കെ പേഴ്സണൽ സ്പേസിലെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുന്ന ഗതികേടാണ് മാധ്യമ പ്രവർത്തകർക്കുള്ളത്, നമ്മൾ അടക്കമുള്ളവർ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സാധനങ്ങളുടെ അമിതമായ വില എന്ന് പറയും ഓണക്കാലം എത്തിയതോടെ നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇപ്പോൾ ശരാശരി ഒരു 20,000 രൂപ മാസം ശമ്പളം വാങ്ങുന്ന ഒരാളെ കൊണ്ട് ഇത്തവണ ഓണം എത്തിക്കുക, ഓണക്കാലം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. വെളിച്ചെണ്ണ വില 400-ന് മേളിലാണ്. ഇപ്പോൾ 500 രൂപയായിരുന്നു, കുറച്ച് കുറഞ്ഞു, എന്നാൽ പോലും വില കൂടുതലാണ്. അരിയുടെ വില, അതുപോലെ തന്നെ നെയ്ക്കായാലും ഇപ്പം എല്ലാ സാധനങ്ങൾക്കും വിലയാണ്. അത്തവണ എന്ന് വിചാരിച്ചാൽ പൂവിന് വിലയാണ്. എല്ലാം നമ്മൾ അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ചിരിക്കണം, കാത്തിരിക്കണം, അവർ തരുന്നത് അതനുസരിച്ച് നമ്മൾ നിൽക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഇത് ഒരു വിഷയം മാത്രമാണ്, അതിലേക്കാൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അല്ലാതെയും ഉണ്ട്. ഇപ്പോൾ റോഡുകളുടെ വിഷയമുണ്ട്. റോഡുകളിൽ ഇപ്പോൾ അപകടം കൂടിക്കൊണ്ട് വരുന്നു. അതുപോലെ തന്നെ റോഡുകളൊന്നും ശരിയല്ല. ഈ ഓണക്കാലത്ത് എങ്ങനെ നമ്മൾ പോകും? ഒരിടത്തുനിന്നും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ ട്രെയിനിലായാൽ പോലും ട്രെയിൻ കിട്ടാത്ത അവസ്ഥ, അതായത് ടിക്കറ്റുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് ട്രെയിൻ സർവീസുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം കൊണ്ടും ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് അല്ലാതെ ഉണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അതിൽ തന്നെ ഇങ്ങനെ പോകുന്നു. ഇപ്പൊ നേരത്തെ പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണകുമാറിന്റെ കാര്യം വരുന്നുണ്ട്. ഇത്തരത്തിൽ പോകുമ്പോൾ തന്നെ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇനി ഇതുകൊണ്ട് മാത്രമേ ഒരാളെ എതിർക്കാൻ പറ്റുകയുള്ളൂ. ഒരു രാഷ്ട്രീയ എതിരാളിയെ തകർക്കണമെങ്കിൽ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എടുത്ത് ഇട്ടുകൊടുത്താലേ രക്ഷയുള്ളൂ എന്ന രീതിയാണ്. മാത്രമല്ല ഇത് എത്ര കാലം നിൽക്കുമെന്നും കൂടി അറിയില്ല. നമ്മൾ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് അഞ്ചോളം മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് മാത്രമാണ് പൂർണ്ണമായിട്ട് രാജിയിലേക്ക് വന്നത്. മറ്റുള്ളവരെല്ലാം പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ തന്നെ ഇത് നമുക്ക് താൽക്കാലികമായിട്ട് സംസാരിച്ച് നമ്മുടെ വായിലെ വെള്ളം വറ്റിക്കാവുന്ന ഒരു വിഷയം മാത്രമായിട്ട് മാറുകയല്ലേ മനു യഥാർത്ഥത്തിൽ.